ഇടുക്കി അടിമാലിയിൽ പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ദുരിതത്തിലായി ജനങ്ങൾ. മണിക്കൂറുകളോളം ക്യൂ നിന്നാലാണ് ഒരു ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നത്. ഗ്യാസ് ഏജൻസികൾ റൂട്ട് സർവീസ് നിർത്തിവെച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഡെലിവറി എന്ന മെസ്സേജ് ലഭിച്ചിട്ടും ആളുകൾക്ക് പാചകവാതകം ലഭിക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. ഭാരത്, ഇന്ത്യ ഗ്യാസ് ഏജൻസികൾക്കെതിരെയാണ് പ്രധാനമായും പരാതി. രാഹുൽ സുരേഷ്, ഇങ്ങനാണെങ്കിൽ പാചകവാതക സിലിണ്ടർ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ 993 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. പിറകിലേക്കൊക്കെ മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഉള്ള സിലിണ്ടറിന് പൊതുവേ ക്ഷാമം, ഉള്ള സിലിണ്ടർ പോലും കൃത്യസമയത്ത് കിട്ടുന്നില്ലെന്നുള്ളതാണോ ഉപഭോക്താക്കളുടെ പരാതി, രാഹുൽ? ഡോക്ടർ അരുൺ, പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്നത്. അടിമാലിയിലെ ഭാരതിന്റെയും ഇന്ത്യന്റെയും ഗ്യാസ് ഏജൻസികൾക്ക് കീഴിലുള്ള ഉപഭോക്താക്കൾക്കാണ് കൃത്യമായി ഈ ഗ്യാസ് ലഭിക്കാത്തതെന്നാണ് വ്യാപകമായിട്ടുള്ള പരാതിയിൽ പറയുന്നത്. അതായത് 50-60 കിലോമീറ്റർ ദൂരെയുള്ള ആളുകൾ വാഹനം വിളിച്ച് ഒരു ഗ്യാസ് സിലിണ്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടി അടിമാലിയിൽ എത്തേണ്ട സാഹചര്യമാണ്. റൂട്ട് സർവീസ് പൂർണ്ണമായും അവർ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് പരാതിയിൽ പറയുന്നത്. നേരത്തെ ഭാരത് ഗ്യാസ് ഏജൻസിക്കെതിരെ വലിയ രീതിയിലുള്ള പരാതി ഉണ്ടാവുകയും ആളുകൾ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ വന്ന് സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് മുന്നിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. മണിക്കൂറുകൾ, ഈ പൊരിവെയിലത്തൊക്കെ മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് അവർക്ക് ടോക്കൺ ലഭിക്കുന്നത്. അതിനുശേഷം പിന്നീടും 1-2 മണിക്കൂർ നിന്ന ശേഷമാണ് ഈ സിലിണ്ടർ ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. ആളുകൾ ജില്ലാ കളക്ടർക്ക് നേരിട്ടും ഇമെയിലൂടെയും പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ കോൺഗ്രസ് നേതൃത്വം, DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് ഈ പ്രശ്നം ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഡെലിവറി എന്ന ആളുകൾ ബുക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്യുന്നു, എനിക്ക് നാളെയോ മറ്റന്നാളോ ഡെലിവറി എന്ന മെസ്സേജ് ലഭിക്കും. പക്ഷേ ഗ്യാസ് സിലിണ്ടർ മാത്രം ലഭിക്കുന്നില്ല. ഇങ്ങനെ ഡെലിവറി എന്ന് മെസ്സേജ് ലഭിക്കുന്ന പല ഗ്യാസ് സിലിണ്ടറുകളും കരിഞ്ചന്തയിൽ വില കൂട്ടി വിൽക്കുന്നു എന്ന പരാതിയും ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആളുകൾക്ക് പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മണിക്കൂറുകൾ നിൽക്കുമ്പോൾ ആളുകൾ പലപ്പോഴും പാവങ്ങളെ ഇങ്ങനെ പൊരിവെയിലത്ത് പിടിച്ച് നിർത്താൻ പാടുണ്ടോ? ഇതെന്താണ് ഈ ഏജൻസികൾ ഇങ്ങനെ കാണിക്കുന്നത്? പലയിടങ്ങളിലും ഒന്ന് ശരിയായി വന്നതാണ്, ഇപ്പോൾ ക്യൂ നിൽക്കുന്ന അവസ്ഥയിലാണ്. ഒന്നുകിൽ റൂട്ട് സർവീസ് പുനരാരംഭിക്കുക, അല്ലെങ്കിൽ നിശ്ചിത സമയത്ത് നിങ്ങൾ വന്ന് ഗ്യാസ് വാങ്ങിക്കൊണ്ട് പോകാൻ പറയുക. അതല്ലാതെ ഈ പണി ചെയ്താൽ പാവപ്പെട്ട മനുഷ്യരെ പൊരിവെയിൽ നിർത്തി ഇങ്ങനെ തീ കൊള്ളിപ്പിച്ച് അൽഫാമാക്കി മാറ്റണം.